അപ്പോൾ ഗായ്സ് ഇവിടെ തിരക്കൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലേ? അതെ. ഒന്നുമില്ല. ഇതിന്റെ ലിസ്റ്റാണോ ഇവിടെ? സഫാരി പോകുന്ന കാറ്, ഓപ്പൺ ജീപ്പിൽ സഫാരി പോകും. ഇന്നലെ ഈ മാസം കൊല്ലം രണ്ട് ടൈഗറിനെ കണ്ടിട്ടുണ്ട്. രണ്ട് ടൈഗർ കണ്ടു. ഇന്നലെ അതേപോലെ തന്നെ രണ്ട് ടൈഗർ കണ്ടു. ഇന്ന് ടൈഗർ കണ്ടു. ഇന്ന് രണ്ട് അനിസിനെ കണ്ടു. അത് ഇന്ത്യൻ ഗവർണറിനെ ഇന്ന് പടം കുട്ടികളെ ഞാൻ കുട്ടികളി അച്ഛനെ കണ്ടു കണ്ട്. ഇന്നലെ അല്ല മിഞ്ഞാൽ ഇതേപോലെ തന്നെ ആരാണ് എന്റെ പേര് ഡിയറിനെ ഒന്നിനെ കണ്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് 4 ഡിയസിനെ കണ്ടു, 11 ലിസാർഡിനെ കണ്ടു. അതായത് നമ്മൾ ഓരോ ദിവസവും 2-3 ദിവസത്തിന്റെ ഗ്യാപ്പിൽ കണ്ട മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ എഴുതി വെക്കും. നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഏരിയ വരണേ. ഇവിടെ വേറെ സാധനം കാണിച്ചാൽ ഒരു ടിക്കറ്റിന് വരുന്നത് 30 രൂപ, 2 പേർക്ക് 60 രൂപ വരുന്നേ. ഈ പ്ലാനിന്റെ പേര് അറിയുന്ന കമന്റ് ആയിട്ട് എനിക്ക് അറിയാം, ഞാൻ ചോദിച്ചു. അടിപൊളി. നമ്മള് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ അടുത്ത് പൈസ ഇല്ലാന്നില്ലത് ഓർക്ക് അറിയില്ലല്ലോ. ഏതായാലും ക്യാഷ് കൊടുക്കണം. ഇതിലാണ് ഗൂഗിൾ പേയിലല്ലോ ഈ ഫോൺ. ഓക്കെ, ഓടിക്കതച്ച് ടിക്കറ്റ് എടുത്തു കൊടുത്ത് പിന്നെ ടൈം നോക്കിയപ്പോൾ ഓടിക്കതച്ച് ഈ ഫോൺ കുത്തിയേക്കാൻ കൊടുത്ത് എന്നിട്ട് അതിൽ ചാർജ് ആയതുമില്ല. അതെ, ആനപ്പന്തിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക്. അതായത് ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലത്തും നമ്മള് കാണാൻ വരുന്ന വേറെ സ്ഥലത്തുമാണ്. തീറ്റ കൊടുക്കുന്നത് നമ്മള് കാണാന്നാണ് പറഞ്ഞത്. നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ? അതെനിക്കറിയില്ല. നിങ്ങൾ കൊടുത്ത് ചിലപ്പോ കാല് വരെ നിലത്തടിക്കും. അതാണ് ഞാൻ അമ്മക്ക് തീറ്റ കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നു. തീറ്റ കൊടുക്കണത് നമുക്ക് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ അല്ലേ? ബാക്കില് മയില്, ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റുമോ? എത്ര കുങ്കിയാന അല്ല പറ്റുമോ? അത് അറിയത്തില്ല. ഇവിടെ ഓഫീസിൽ ചോദിച്ചോളൂ, രസമായിട്ട് അറിഞ്ഞിരിക്കാം. കുങ്കിയാനത്തിനെ നോർമലാനാക്കണതേ. കുങ്കിയാന വേറെ ഒന്നുകൂടി ബോൾഡാ. കാലിന് മറ്റേ സാധനം അടിച്ചത് ഗ്രീസ്. എന്നൊക്കെ ഗ്രീസ് അടിച്ചത് ചെങ്ങലെ ഗ്രീസ് അടിച്ചു കൊടുക്കാം കാലിന്. ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. ഞാൻ കയ്യിലിങ്ങനെ നമ്മ കയ്യിൽ നിന്ന് വാങ്ങുകയും ആനക്ക് തീറ്റ കൊടുക്കാനുള്ളത്. പക്ഷെ ഇതുവരെയായിട്ട് ആനക്ക് തീറ്റ തുടങ്ങിയിട്ടില്ല. സംഭവം 5:30 ഓപ്പൺ ആക്കിക്കണേ. ഇപ്പൊ നേരെ എത്ര 6 മണി എത്രക്കാ മിനിറ്റ് 5:58 ആയിട്ടും എന്തായിട്ടില്ല, തീറ്റ കൊടുക്കാൻ സമയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്, പൊരുതാല പരിപാടിയാണ്. ആനക്ക് 6 മണിക്ക് അല്ല 5:30 തീറ്റ കൊടുക്കും. സോറി ഗായ്സ്, കൃത്യം 6 മണിക്കാണ് ഇവിടെ തീറ്റ കൊടുക്കുന്ന സമയം. 5:30 ഇവിടെ ഇത് ഓപ്പൺ ആവും, 6 മണിക്ക് തീറ്റ ആവും. അപ്പൊ ഇവിടെ വന്നുകാണ്ട് ബെല്ലൊക്കെ അടിച്ചു. അവിടെ ഒരു ബെല്ലുണ്ട്, ആ ബെല്ല് ടിന്നി അടിച്ചു. അപ്പൊ അത് അവര് തീറ്റ എടുക്കാനായിട്ട് പരക്കം പോയുന്ന സമയമാണ്. അപ്പൊ ഓരോരുത്തരുടെ വാപ്പാമാര് തീറ്റ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. What I hold inside if I don't
അടുത്തത് കരിമ്പാണ് എനിക്ക് കൊടുക്കുന്നത്. കരിമ്പ് തേങ്ങ ഉണ്ട്, അത് കൊടുക്കാൻ ടൈം ആണുള്ളൂ. Time rolls on like open roads, and soon she won't be here. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in Madrid, or on some quiet mountain ridge, I'll see you turn and I'll be brave. But what if courage comes too late? ஒரு பிலோ 4 இருக்கு இல்லைங்களா, ஸோ அது வரைக்கும் நம்ம பார்த்தீங்கன்னா வந்து ஒரு செப்பரேட்டாக வந்து அதுக்கு சேஃப்டி பார்த்து அப்படிலாம் வச்சுருக்கோம். ரொம்ப செக்யூரிட்டியாக இருக்கும் அந்த இடம். ஏன்னா பக்கத்தில் வந்து மற்ற யாரும் போக முடியாது. ஸோ எதுக்காகன்னு கேட்டீங்கன்னா இன்ஃபெக்ஷன் ஆகாமல் இருப்பாங்க. இப்போ சின்ன பேபின்றதுனால ஈஸியாக வந்து இன்ஃபெக்ஷன் ஆகிடும். இப்போ ஓரளவுக்கு மேனேஜ் பண்ணும், இம்யூனிட்டி பவர்லாம் ஜாஸ்தியாகும். ബാക്കി എലിഫന്റ് എങ്ക എടാ നമ്മളടുത്ത് രണ്ട് എലിഫന്റ് ക്യാമ്പ് ഉണ്ട്. ഒന്ന് തപ്പക്കാളി, ഇന്നൊന്ന് അഭയാരണ്യം. അവിടെ 10 ആനയുണ്ട്, ഇവിടെ ഒരു 16 ആനയുണ്ട്. 10-15 അബിയൻ വിസിറ്റ് അലൗഡ് இல்ல, அங்க விசிட்டிங் அலௌட் இல்ல. சோ இந்த மாதிரி எல்லாம் ப்ரொடெக்ஷன்லாம் கிடையாது, அதெல்லாம் ஃபுல்லாவே ஓபன் பிளேஸ் தான். அங்க போனீங்கன்னா கன்ஃபார்ம் வந்து எலிஃபண்ட் வந்து நம்மள வந்து அட்டாக் பண்ற மாதிரி தான் இருக்கு. അലൗഡ് கிடையாது சார் அங்க அலௌட் இல்லைங்க சார். இந்த மாதிரி ப்ரொடெக்ஷன்ல எதுவும் கிடையாது இல்லைங்களா, சோ இதெல்லாம் ஓபன் பிளேஸ். She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies. സാധനമൊക്കെ കൊണ്ടുപോവാണ്, തീറ്റ കൊടുത്തു കൊണ്ടുപോവാണ്. ഈ കാട്ടിൽ കിട്ടുന്നതാണ്, അവിടെ കാടുകളിൽ കെട്ടുന്നാ പറഞ്ഞത് അവര്. അപ്പൊ ആനപ്പന്തിന്റെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ തീർന്നിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരും.